നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എബ്രായ ലേഖനമാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. എവിടെ വരെ ആയെന്നറിയാമോ? എത്ര വരെയാ? ഓക്കെ, 7-ാമത്തെ അധ്യായം. 7-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ ഒരാളിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു. ആളുടെ പേര് ഓർക്കുന്നുണ്ടോ? മൽക്കീസദേക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. താങ്ക് യു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. 7-ാം അധ്യായത്തിൽ മൽക്കീസദേക്കിന് ക്രമത്തിലുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത, superiority of the priesthood of Jesus Christ, അതാണ് 7-ാം അധ്യായത്തിലെ വിഷയം. അത് പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 7-ാം അധ്യായത്തിൽ മൽക്കീസദേക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിന്റെ 10 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 10 വരെയുള്ള വാക്യങ്ങളിൽ ഇതിന്റെ ചുരുക്കം ഇതാണ്. ലേഖനകാരൻ പൗലോസായിരിക്കും എഴുതിയെന്ന് പൊതുവെ വിശ്വസിക്കുന്നു. പൗലോസ് പറയുന്നത് അഹരോന്യ പൗരോഹിത്യം പോലെ അല്ല യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം. അഹരോന്യ പൗരോഹിത്യത്തിന് ബലഹീനത ഉണ്ടായിരുന്നു. അതിന് പകരമായി മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ യേശുക്രിസ്തു ആകുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതരെ കുറിച്ച് പറഞ്ഞിട്ട് ഇനി അതിന്റെ വിശദീകരണം പറയുകയാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ലേഖനകാരൻ പറയുകയാണ്, അഹരോന്റെ പൗരോഹിത്യത്തെക്കാൾ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം ശ്രേഷ്ഠതയുണ്ടെന്ന് മാത്രമല്ല, അഹരോന്റെ പൗരോഹിത്യം നീക്കിക്കളഞ്ഞിരിക്കുന്നു, പുതിയ ഒന്ന് സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് തെളിയിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നാണ് ഈ 7-ാം അധ്യായത്തിലെ വിഷയം. അതിന് പല ആർഗ്യുമെന്റ്സ് താൻ ഇവിടെ പറയുന്നുണ്ട്, പല കാര്യങ്ങൾ സ്ഥാപിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഹിസ്റ്റോറിക്കലായിട്ട് ചരിത്രപരമായുള്ള കാര്യങ്ങൾ, അതാണ് 1 മുതൽ 10 വരെയുള്ള വാക്യം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ്. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ച വിഷയം അഹരോന്യ പുരോഹിതൻ, അല്ലെങ്കിൽ ലേവി ഗോത്രത്തിൽ പുരോഹിതരാക്കുന്നവരെല്ലാം പുരോഹിതരായിരിക്കുവാനേ കഴിയുള്ളൂ. ഒരു ലേവിയനും രാജാവായിരുന്നിട്ടില്ല. യഹൂദ ഗോത്രത്തിലുള്ളവരാണ് സാധാരണയായി രാജാക്കന്മാരായി തീരുന്നത്. എന്നാൽ യഹൂദ ഗോത്രത്തിലുള്ള ആരും പുരോഹിതന്മാരായി തീർന്നിട്ടില്ല. എന്നാൽ ഇദ്ദേഹത്തെ മൽക്കീസദേക്കിനെ കുറിച്ച് പറയുന്നത് അവൻ രാജാവാണ്, അവൻ പുരോഹിതനാണ്. അവൻ രാജാവും പുരോഹിതനുമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. പഴയ നിയമത്തിൽ ചില സന്ദർഭങ്ങളിലൊക്കെ ലേവ്യരല്ലാത്തവരെ യാഗം കഴിക്കുവാനും പൗരോഹിത്യം ആഗ്രഹിച്ച് അതിനുവേണ്ടി മത്സരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ദൈവത്തിൽ നല്ല അടിയും കിട്ടിയിട്ടുണ്ട്. അത്രമാത്രം പ്രത്യേകത ഉണ്ടായിരുന്നതായ ആ ലേവി പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമായതാണ് മൽക്കീസദേക്കിന്റെ ഓർഡറിലുള്ള പൗരോഹിത്യം എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം അവൻ രാജാവും പുരോഹിതനുമായിരുന്നു. 2 ഓഫീസും ഒരുപോലെ കീപ്പ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവനിടയാക്കി തീർത്തുവെന്ന് വായിക്കുന്നു. രണ്ടാമത്, പേര് തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേരിന് മീനിങ് ഉണ്ട്. പേര് അവിടെ ലേഖനകാരൻ പറയുകയാണ്, നമ്മൾ പഠിച്ചത്, അതുകൊണ്ട് ഞാൻ ആ ഭാഗം വായിപ്പിക്കാത്തത്. ലേഖനകാരൻ പറയുകയാണ് അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവ്. മൽക്കീസദേക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ കിങ് ഓഫ് റൈച്ചസ്, നീതിയുടെ രാജാവ് എന്നാണ്. തന്നെയുമല്ല, ശാലേം രാജാവ് എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ രാജാവാണ്. നീതി, സമാധാനം, നീതിയുടെ രാജാവ്, സമാധാനത്തിന്റെ രാജാവ്. ഇത് കർത്താവായ യേശുക്രിസ്തുവിൽ ഉള്ളതായ ആ പ്രത്യേകതയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാൻ തക്കമിടയായിത്തീർന്നു. അവന്റെ പേരിന് പ്രത്യേകതയുണ്ട്. അതാണ് രണ്ടാമത്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുവാൻ തക്കമിടയായി തീർന്നത്, അബ്രഹാമിൽ നിന്ന് പോലും ദശാംശം സ്വീകരിച്ചു ഈ മൽക്കീസദേക്ക്. അപ്പോൾ അബ്രഹാമിൽ നിന്ന് മോശയുടെ ന്യായപ്രമാണത്തിന്റെ സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തതല്ല ഈ ദശാംശം എന്ന് പറയുന്നത്, അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അബ്രഹാം മൽക്കീസദേക്ക് പാവപ്പെട്ടവനായതുകൊണ്ടല്ല, മൽക്കീസദേക്ക് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നതുകൊണ്ട് അബ്രഹാം ദശാംശം കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ അവൻ ദശാംശം കൊടുത്തപ്പോൾ അവിടെ ലേഖനകാരൻ പറയുകയാണ്, അബ്രഹാം ദശാംശം കൊടുത്തപ്പോൾ ലേവിയും അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. ജീനിയോളജി അനുസരിച്ച് ലേവിയും അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ വേറെ വാക്കിൽ പറഞ്ഞാൽ ലേവിയും മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു. അപ്പോൾ മൽക്കീസദേക്ക് അഹരോനേക്കാൾ വളരെ ശ്രേഷ്ഠനാണ് എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും തന്റെ ഫാമിലി ഹിസ്റ്ററി തന്നെ ഡിഫറെന്റ് ആണ്.
ലേഖനകാരൻ പറയാണ് അവന് മാതാവില്ല, പിതാവില്ല, വംശാവലിയില്ല. അവന് കഴിഞ്ഞാഴ്ച ചിന്തിച്ചു, ഒരു ജെനുവിൻ മാൻ ആയിരുന്നു, മനുഷ്യനായിരുന്നു മൽക്കിസദേക്ക്. അല്ലാതെ ദൂതന്മാരോ അല്ലെങ്കിൽ ഏഞ്ചൽസോ പ്രത്യേക ദൈവിക അവതാരമോ ഒന്നും ആയിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് രേഖപ്പെടുത്താതിരുന്നതിന് ദൈവത്തിന്റെ ആത്മാവിന് പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻഡും ഇല്ല, ബിഗിനിങ്ങും ഇല്ല. എന്ന് പറഞ്ഞാൽ ലേവി പുരോഹിതന്മാരെല്ലാം തുടങ്ങുന്നു, അവർ മരിക്കുന്നു, ഏതാള് പുരോഹിതനാക്കുന്നു, ഇങ്ങനെ മാറി മാറി വരുന്നതാണ്. എന്നാൽ മൽക്കിസദേക്ക് എന്നേക്കുമുള്ള പുരോഹിതനായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പഠിക്കുവാൻ തക്കണം കഴിഞ്ഞത്. ഒടുവിലായി ഒരു കാര്യം കൂടെ മൽക്കിസദേക്കിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നുണ്ട്. അവന് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അവൻ അബ്രഹാമിൽ ദശാംശം വാങ്ങി അബ്രഹാമിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ അബ്രഹാമിനേക്കാളിൽ ശ്രേഷ്ഠനായിട്ടാണ് മൽക്കിസദേക്കിനെ കാണുന്നത്. അബ്രഹാമിനെ കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ വളരെ മാന്യമായ സ്ഥാനമാണുള്ളത്. എന്നാൽ അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠനായ ആളെയാണ് മൽക്കിസദേക്കിൽ കാണുവാനായി സാധിക്കുന്നത്. ഇത്രയാണ് ഹിസ്റ്റോറിക്കലായി, ചരിത്രപരമായി മൽക്കിസദേക്കിലൂടെയുള്ള പൗരോഹിത്യത്തിന്റെ വലുപ്പത്തെ കുറിച്ച് ലേഖനകാരൻ പ്രസ്താവിക്കുന്ന കാര്യം. 7:1 മുതൽ 10 വരെയുള്ള വാക്യം. ഇനി അടുത്ത ഭാഗമാണ് ഉപദേശപരമായ സ്ഥാപിക്കലാണ്, ഡോക്ട്രൈനൽ ആർഗ്യുമെന്റ് ആണ്. അടുത്ത 11 മുതൽ 25 വരെയുള്ള വാക്യം. അതൊരു നീണ്ട പോർഷൻ ആണല്ലോ. ആ ഭാഗത്ത് നമുക്ക് കാണുവാനായി സാധിക്കുന്നത് അഹരോനേക്കാൾ ശ്രേഷ്ഠനായ മൽക്കിസദേക്ക് ശ്രേഷ്ഠൻ എന്ന് മാത്രമല്ല, അഹരോന്റെ പൗരോഹിത്യം നീക്കിക്കളഞ്ഞിരിക്കുന്നു. പുതിയ പൗരോഹിത്യം മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് റീസൺസ് പലതാണ് ലേഖനകാരൻ പറയുന്നത്. 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 11 മുതൽ 14 വരെയുള്ള വാക്യം. 11 to 14. സമ്പൂർണത വന്നെങ്കിൽ അതിന് കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷെ ന്യായപ്രമാണത്തിലൂടെ മാറ്റം വരുവാൻ ആവശ്യം. എന്നാൽ ഇതാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. ഭൂതയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമാണ്. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്ന വിഷയം അഹരോന്റെ പൗരോഹിത്യവും ന്യായപ്രമാണവും പൂർണ്ണതയുള്ളതായിരുന്നില്ല എന്നുള്ളതാണ്. ഇറ്റ് വാസ് ഇംപെർഫെക്റ്റ്, ദ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ദ ലോ. അതാണ് ഒരു റീസൺ പറയുന്നത്. അതുകൊണ്ടാണ് അഹരോന്റെ പൗരോഹിത്യം നീങ്ങിപ്പോയത് എന്നാണ് ലേഖനകാരൻ സ്ഥാപിക്കുന്നത്. എബ്രായ ലേഖനത്തിലെ ഒരു പ്രധാന പദപ്രയോഗമാണ് സമ്പൂർണത, പെർഫെക്റ്റ്നെസ്. സമ്പൂർണത എന്നോ കംപ്ലീറ്റഡ് എന്നോ ഫുൾഫിൽഡ് എന്നോ ഒക്കെ ഉള്ളതായ മീനിങ് ആണ് അതിനുള്ളത്. ഈ എബ്രായ ലേഖനത്തിൽ തന്നെ അനേക പ്രാവശ്യം നമുക്ക് 2-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ കാണുവാനായി സാധിക്കുന്നുണ്ട്. എബ്രായ ലേഖനത്തിലെ ഒരു പ്രധാന വിഷയമാണ്. ഇവിടെ വായിച്ച ഭാഗത്ത് പ്രത്യേകിച്ച് അതിന്റെ നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ 19-ാമത്തെ വാക്യത്തിൽ പറയാണ്, ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ, for the law made nothing perfect. ഇവിടെ ന്യായപ്രമാണം കൊണ്ട് ഒന്നും പൂർത്തീകരിക്കപ്പെടുവാൻ സാധിച്ചില്ല എന്നാണ് ലേഖനകാരൻ സ്ഥാപിക്കുന്നത്. ന്യായപ്രമാണം കൊണ്ടും അഹരോന്യ പൗരോഹിത്യം കൊണ്ടും പൂർത്തീകരണം വരുത്തുവാൻ കഴിയാതെ ഇരുന്നു എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പരിചയമുള്ള ഭാഗങ്ങളാണല്ലോ അവിടെ പറയുന്നത്. അവിടെ പറയാണ്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മേക്ക് പെർഫെക്റ്റ് ദോസ് ഹു ഡ്രോ നിയർ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അടുത്തു വരുന്നവരെ ന്യായപ്രമാണ നിമിത്തം അല്ലെങ്കിൽ യാഗങ്ങളും വഴിപാടുകളും ലോ മൂലം ദൈവം കൊടുത്തത് അനുഷ്ഠിച്ചാലും ദൈവസന്നിധിയിൽ ഒരു പെർഫെക്റ്റ് സ്റ്റാൻഡ് ലഭിച്ചിരുന്നില്ല. എത്ര അനുഷ്ഠിച്ചിരുന്നാലും, എത്ര യാഗം അർപ്പിച്ചിരുന്നാലും, എത്ര നിയമങ്ങൾ പ്രമാണിച്ചിരുന്നാലും അതൊന്നും
ദൈവസന്നിധിയിൽ പൂർത്തി വരുത്തിയിരുന്നില്ല, പെർഫെക്റ്റ്നെസ് ആയിരുന്നില്ല എന്നാണ് ലേഖനകാരൻ പറയുന്നത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ ന്യായപ്രമാണം? എന്തിനാണ് ഈ ന്യായപ്രമാണം? ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19 മുതൽ 4-ാം അധ്യായത്തിന്റെ 7 വരെയുള്ള വാക്യങ്ങളില് ന്യായപ്രമാണം കൊണ്ട് എന്താണ് ഗുണമുണ്ടായെന്നുള്ളത് അപ്പോസ്തലൻ വിവരിക്കുന്നുണ്ട്. ആ ഭാഗത്ത് വിവരിക്കുമ്പോൾ നമ്മളത് വായിച്ചു വരുമ്പോൾ അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഈ ന്യായപ്രമാണം എന്തായി ഭവിച്ചെന്നാണ് പറയുന്നത്? ശിശുപാലകനായി ഭവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 24 എടുത്തവരുണ്ട് ഇത് വായിച്ചാട്ടെ. ഗലാത്യർ 3:24. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പലരും നോക്കിയാൽ സ്കൂൾ മാസ്റ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഒരു ഗൈഡൻസ് തരുവാൻ നമ്മെ യേശുക്രിസ്തുവിന്റെ, പൗലോസ് പറയാണ് ഗലാത്യരോട്, യേശുക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു സ്കൂൾ മാസ്റ്ററെ പോലെ, ഒരു ശിശുപാലകനെ പോലെ മാത്രമേ ന്യായപ്രമാണമായി തീർന്നിട്ടുള്ളൂ. അതിൽ തന്നെ പൂർത്തി വരുത്തുന്നതായിരുന്നില്ല എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അഹരോന്യ പൗരോഹിത്യം, ന്യായപ്രമാണത്താൽ ഉളവായ പൗരോഹിത്യം അതിൽ തന്നെ പെർഫെക്റ്റ് ആയിരുന്നില്ല എങ്കിൽ, അതിൽ തന്നെ സൽഗുണപൂർത്തി വരുത്തിയിരുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് ന്യായപ്രമാണം? അങ്ങനെയാണെങ്കിൽ ആ പൗരോഹിത്യം അത് വാലിഡ് ആകുന്നില്ല എങ്കിൽ ന്യായപ്രമാണത്തിന് പോലും ചേഞ്ച് വരേണ്ടത് ആവശ്യമാണല്ലോ. ഇവിടെ അതാണ് 14-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. 14-ാം വാക്യത്തിൽ ലേഖനകാരൻ പറയുകയാണ്, യഹൂദയിൽ നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. ജീനിയോളജി അടുത്ത് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ലൂക്കോസ് സുവിശേഷത്തിൽ ജോസഫിന്റെ ജീനിയോളജി, മറിയയുടെ ജീനിയോളജി സുവിശേഷങ്ങളുള്ളത് നാം പരിശോധിച്ചാൽ യേശുക്രിസ്തു ലോകത്തിലേക്ക് ജനിച്ചത് യഹൂദ ഗോത്രത്തിൽ നിന്നാണെന്ന് കൃത്യമാണ്. പൗലോസ് അതിവിടെ പറയുകയാണ്, യഹൂദയിൽ നിന്ന് ജനിച്ചു എന്ന് സ്പഷ്ടമാണ്. പക്ഷേ യഹൂദ ഗോത്രത്തോട് പൗരോഹിത്യത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ യഹൂദ ഗോത്രത്തിലുള്ള ആർക്കും പുരോഹിതനാകുവാൻ അനുവദിച്ചിട്ടില്ല ന്യായപ്രമാണം. പുരോഹിതനാകുവാൻ ലോ അല്ലെങ്കിൽ ന്യായപ്രമാണം, ആ നിയമം, മോശയുടെ പ്രമാണം അനുവദിച്ചിരുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് കൊലോസ്യർ 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഈ ന്യായപ്രമാണം എല്ലാം യേശുക്രിസ്തുവിൽ നിറവേറിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ന്യായപ്രമാണം അതുപോലെ അനുഷ്ഠിക്കുവാൻ മനുഷ്യന് കഴിവില്ല. എന്നാൽ ന്യായപ്രമാണം മുഴുവൻ കംപ്ലീറ്റ് ആയി ഫുൾഫിൽ ആയത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. കൊലോസ്യർ 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ എന്താണ് ചെയ്തത്? ചട്ടങ്ങളും നിയമങ്ങളും ക്രൂശിൽ യേശുക്രിസ്തു മരിച്ചതുകൊണ്ട് അത് മാറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ എഴുതപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും മാറ്റുവാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം മൂലം കാരണമായി തീർന്നു. ലോ ഫുൾഫിൽഡ് ഇൻ ജീസസ് ആൻഡ് ദ ലോ ഈസ് ടേക്കൺ ഔട്ട്. അവിടെ അത് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാം ഒരു നിയമം ചട്ടവും ഇല്ലാത്തവരാണ് എന്നല്ല അതിന്റെ അർത്ഥം. ന്യായപ്രമാണത്തെക്കാൾ കുറെ കൂടെ ഡീപ്പറായുള്ള ഒരു ലൈഫാണ് ക്രിസ്ത്യൻ ജീവിതത്തിൽ നമുക്കുള്ളത്. നമുക്ക് ആ ന്യായപ്രമാണത്തിൽ നിന്ന് ദൈവ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്നാണ് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഗലാത്യർ 5:1 മുതൽ 6 വരെ വായിച്ചാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, യേശുക്രിസ്തു മൂലം നമ്മളെ ന്യായപ്രമാണത്തിന്റെ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. നാം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ റോമാലേഖനം 7-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? ന്യായപ്രമാണം ഒരു പുതിയ നിയമ വിശ്വാസിക്ക് മരിച്ച ഒരു ഭർത്താവിനെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ നാം അതിന് കീഴ്പ്പെട്ടായിരിക്കുന്നില്ല, നാം അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. ഡെഡ് ടു ദ ലോ. എന്നാൽ നമ്മെ ന്യായപ്രമാണം ഇത് ചെയ്യരുത്, ചെയ്താൽ നിനക്ക് ഇത് ഉണ്ടാകും എന്നുള്ള ആ ഭയം കൊണ്ട്, അല്ലെങ്കിൽ തുടർന്നുണ്ടാകാൻ പോകുന്ന ശിക്ഷാവധി കൊണ്ടൊക്കെയാണ് അതിൽ നിന്ന് മാറ്റി നിർത്തുവാൻ തക്കം ഇടയായി തീരുന്നത്.
എന്നാൽ ഒരു പുതിയ നിയമ വിശ്വാസിക്ക് അങ്ങനെയുള്ള നിയമങ്ങളില്ല, ന്യായപ്രമാണമില്ല. ആ ലോയ്ക്ക് കീഴ്പ്പെട്ടവൻ ജീവിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവനെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തു എന്ന ഏക വ്യക്തിയാണ്. ഗലാത്യ ലേഖനം 2 കൊരിന്ത്യർ 5:14 വായിക്കുമ്പോൾ അവിടെ പറയാണ്, ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നു. അപ്പോൾ ഒരു ദൈവവേദനെ ജീവിക്കുവാനായി അനുവദിക്കുന്നത് എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതെ ഇരിക്കുവാനായി അവനെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവനെ ഗൈഡ് ചെയ്യുന്നത് പേടികൊണ്ടല്ല. യഥാർത്ഥമായ ഒരു പുതിയ വിശ്വാസി വിശുദ്ധനായി ജീവിക്കുവാൻ, പാപം ചെയ്യാതെ ജീവിക്കുവാൻ അവനെ സഹായിക്കുന്നത് യേശുക്രിസ്തുവുള്ള സ്നേഹനിമിത്തമാണ്. എഫേസ്യ ലേഖനം 6-ാം പറയുകയാണ്, നിങ്ങൾ ദൈവേഷ്ടം മനസ്സോടെ ചെയ്യുന്നവരായിരിക്കണം. ആരെങ്കിലും പേടിച്ചിട്ടല്ല, രോഗം വരുമെന്ന് പേടിച്ചിട്ടല്ല, കഷ്ടത വരുമെന്ന് പേടിച്ചിട്ടല്ല, യേശുക്രിസ്തുവുള്ള സ്നേഹം കൊണ്ടാണ്. ലോകം കൊണ്ടല്ല, നിയമം കൊണ്ടല്ല, പ്രമാണം കൊണ്ടല്ല ഒരു ദൈവവേദൽ വിശുദ്ധി കാത്തു പാലിക്കേണ്ടത്. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവനെ തന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സ്നേഹം കൊണ്ടാണ്, യേശുവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് ഓർക്കുമ്പോഴാണ് പാപത്തെ വിട്ട് ജീവിക്കുവാൻ നമുക്കിടയായിത്തീരുന്നത്. അതിന് സ്വയമായി നമുക്ക് കഴിയത്തില്ല, സ്വയമായി നമുക്കത് ചെയ്യാൻ കഴിയുകയില്ല. അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. റോമർ 8:1-4 വരെ വായിക്കുമ്പോൾ അവിടെ ഇരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, പാപം ചെയ്യാതെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന എന്താണെന്ന് അവിടെ വിശദീകരിക്കുകയാണ്, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമുക്ക് ഈ ജയജീവിതം ചെയ്യുവാൻ, പാപത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. പ്രമാണമല്ല, നിയമമല്ല, അത് കാത്തു സൂക്ഷിക്കുവാൻ, പ്രമാണം അതുപോലെ അനുസരിക്കുവാൻ പഴയ നിയമ വിശുദ്ധന്മാർ ഇസ്രായേലെല്ലാം വളരെ പരിശ്രമിച്ചെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ആർക്കും ജീവിക്കാൻ കഴിഞ്ഞില്ല. യേശുക്രിസ്തുവിന് മാത്രമേ അത് കഴിഞ്ഞുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ആ ന്യായപ്രമാണത്തിൽ നിന്ന് നാം വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവാണ് എത്രയോ ശ്രേഷ്ഠനായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിഷയം ഇതാണ്, എന്തുകൊണ്ട് അകരുണ്യ പൗരോഹിത്യത്തെ ദൈവം മാറ്റി ഒരു പുതിയ പൗരോഹിത്യം തന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ്, അത് പെർഫെക്റ്റ് ആയിരുന്നില്ല. അതിൽ തന്നെ സമ്പൂർണ്ണത വരുത്തുവാൻ കഴിയാതെ ഇരുന്നത് കൊണ്ടാണ് അത് ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന് മനസ്സായത്. ഇനി രണ്ടാമത്തെ വിഷയം 15 മുതൽ 19 വരെയുള്ള വാക്യമാണ്. എബ്രായർ 7:15 മുതൽ 19 വരെ ഒന്ന് വായിക്കാം. ജലസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസേദെക്കിന് സദൃശനായി ഉദിക്കുന്നു എങ്കിൽ അത് ഏറ്റവും അധികം തെളിയും. ഈ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നത്. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. ഇവിടെ പറയുകയാണ്, ഇംപെർഫെക്റ്റ് ആയിരുന്നു അകരുണ്യ പൗരോഹിത്യം. അതുകൊണ്ട് ആ പൗരോഹിത്യം ഇവിടെ വായിച്ച ഭാഗത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കം വന്നിരിക്കുന്നു. ന്യായപ്രമാണത്തിലൊന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ, നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. അപ്പോൾ ഇംപെർഫെക്റ്റ് ആയതുകൊണ്ട് ആ പ്രമാണത്തിന് അല്ലെങ്കിൽ ആ അഹരോന്യ പൗരോഹിത്യത്തിന് നീക്കം വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇവിടെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, വേറെ ഒരു പദപ്രയോഗമുണ്ട്. അനദർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ലേവ്യ പൗരോഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ പെർഫെക്റ്റ് ആകാതെ ഇരുന്നപ്പോൾ അനദർ കൈൻഡ് എന്നുള്ളതായ വേറൊരു പ്രത്യേകതയുള്ളതായ ഒരു പൗരോഹിത്യം ദൈവം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നാണ് പറയുന്നത്. 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, അത് മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും, വീക്ക് ആൻഡ് യൂസ്ലെസ്, ബലഹീനവും നിഷ്പ്രയോജനവുമായ കൽപ്പന. അതുകൊണ്ട് അത് എന്നേക്കും കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഫോറവറായി എന്നേക്കുമായി അത് നിലനിൽക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് അതിനൊരു നീക്കം വരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത്. 16-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പ്രത്യേകിച്ച്
ഒരു പുരോഹിതൻ മൽക്കീസേദെക്കിന് സദൃശനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നല്ലോ. ഇവിടെ പറയുന്നത് അത് എന്നേക്കും പുരോഹിതനായിരിക്കുന്നു എന്നാണ്. നമ്മൾ 15-ാമത്തെ വാക്യം മലയാളത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ. അഴിഞ്ഞു പോകാത്ത ജീവൻ എന്നുള്ളത് ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചാൽ 16-ാമത്തെ വാക്യമാണ്, മലയാളത്തിൽ 15 Who has become such not on the basis of a law of physical requirement, but according to the power of an indestructible life, endless life എന്നാണ് പല ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ ഉള്ളതായ പൗരോഹിത്യം അത് നമുക്ക് നൽകിയിരിക്കുന്ന ജീവനെ കുറിച്ച് പറയുന്നത് നശിച്ചു പോകുന്നതല്ല, അത് എന്നേക്കുമുള്ള ഒരു ജീവനാണ്. അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ ഒരു പുരോഹിതൻ. ആ പദങ്ങൾ എത്ര ശ്രേഷ്ഠമേറിയതാണ്. അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അല്ലാതെ ഉള്ളതായ എന്നേക്കുമുള്ള ഒരു പുരോഹിതനായി അവനെ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. 15-ാം വാക്യത്തിൽ അതാണ്, ഇംഗ്ലീഷിൽ 18 പറയാണ്, നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ എന്നേക്കുമുള്ള ഒരു പുരോഹിതനായി തീരുവാൻ തക്കോണം. 18-ാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഫോർ on the one hand there is a setting aside of a former commandment because of its weakness and usefulness. ഇവിടെ because of uselessness, I'm sorry, യേശുക്രിസ്തു ചെയ്തതായ സെറ്റിംഗ് എസൈഡ് എന്ന് പറയുന്നത് നീക്കം വരുന്ന എന്ന് പറയുന്നതിന് സെറ്റിംഗ് എസൈഡ് ചില ട്രാൻസ്ലേഷനിലൊക്കെ അന്യൂലിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ആ പൗരോഹിത്യത്തിന് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അഹരോന്യ പൗരോഹിത്യത്തിന് നീക്കം വരാനുള്ള കാരണം അത് പെർഫെക്റ്റ് അല്ലായിരുന്നുകൊണ്ടാണ്. എന്നാൽ ജീവധാരമായ അല്ലെങ്കിൽ ജീവൻ നൽകുന്നതായ ആ പൗരോഹിത്യം നമുക്ക് നൽകിയതുകൊണ്ട് അത് എന്നേക്കുള്ളതാണ്. ഇത് എഴുതാനുള്ള കാരണം എന്താണ്? ഈ എബ്രായ വിശ്വാസികൾ ആ പഴയ ടെമ്പിൾ സിസ്റ്റത്തിലേക്ക്, ദേവാലയത്തിലേക്ക്, പഴയ ആരാധനയിലേക്ക്, അഹരോന്യ പാരമ്പര്യത്തിലേക്ക് മടങ്ങി പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ അവരെ അതിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ലേഖനകാരൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ വിഷയം അഹരോന്യ പൗരോഹിത്യം ദൈവം നീക്കിക്കളയാനുള്ള ഒന്നാമത്തെ വിഷയം അത് അതിൽ തന്നെ ഇംപെർഫെക്റ്റ് ആയിരുന്നു. രണ്ടാമത്തെ വിഷയം അത് എന്നേക്കും കണ്ടിന്യൂ ചെയ്യാൻ കഴിയത്തില്ല, കാരണം അത് ഇംപെർഫെക്റ്റ് ആയതുകൊണ്ട് എന്നേക്കുള്ള പുരോഹിതനായി യേശുക്രിസ്തു വന്നതുകൊണ്ട് അത് നീക്കുവാൻ ഇടയായി തീർന്നു. ഇനി 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ വേറെ കാര്യമാണ് പ്രസ്താവിക്കുന്നത്. ഒന്ന് വായിച്ചാട്ടെ, 20 മുതൽ 22 വരെ. അവർ ആണകൂടാതെ പുരോഹിതന്മാരായി തീർന്നു. ഇവനോ നീ എന്നേക്കും പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തവരിട്ട ആണയോടുകൂടെ കഴിയും. ആണ കൂടാതെ അല്ല എന്നതിന് ഒത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. ഇവിടെ പറയുന്ന ഒരു പദപ്രയോഗമാണ് ആണ അല്ലെങ്കിൽ ഓത്ത്. ഇവിടെ മാറ്റം വരുത്തുവാൻ കഴിയാത്ത, ബ്രേക്ക് ചെയ്യുവാൻ കഴിയാത്ത ദൈവത്തിന്റെ ആണയാലാണ് മഹാപുരോഹിതനായി തീർന്നിരിക്കുന്നത്. ഒരൊറ്റ മഹാപുരോഹിതന്മാരെ പോലും ദൈവം ഓത്തുകൊടുത്ത് അല്ലെങ്കിൽ ദൈവം ആണയിട്ട് പുരോഹിതനാക്കിയിട്ടില്ല. ദൈവം നിയമം പ്രമാണമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം ദൈവമാണ് അത് ഓത്ത് ചെയ്തിരിക്കുന്നത്. അത് 110-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, നീ മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന ദൈവം ആണയിട്ട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ 7-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നമ്മൾ മുമ്പേ വായിച്ചല്ലോ. അവിടെ എഴുതിയിരിക്കുന്നു, ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലാണ് അഹരോന്യ പൗരോഹിത്യം ഉണ്ടാകുവാൻ തക്കം ഇടയായിത്തീർന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രമാണം ഉണ്ടായിരുന്നു, അവർക്ക് കൽപ്പന ഉണ്ടായിരുന്നു. ലേവ്യ പുസ്തകം 21-ാം അധ്യായം വായിച്ചാൽ അവർക്ക് ഒരു പുരോഹിതനാകാനുള്ള യോഗ്യതകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പ്രധാനമായ യോഗ്യത എന്ന് പറയുന്നത് ഫിസിക്കൽ. അവിടെ എഴുതിയിരിക്കുമ്പോൾ
അംഗവൈകല്യം ഉള്ളവരൊന്നും പുരോഹിതനാകാനായിട്ട് കഴിയത്തില്ല. ഫിസിക്കലായിട്ടുള്ളതായ ചില റിക്വയർമെന്റ്സ്. പിന്നെ മെയിനായിട്ട് ലേവ്യ പുരോഹിതനായിരിക്കണം, ലേവ്യ കുടുംബത്തിൽ തന്നെ വിവാഹം കഴിച്ചായിരിക്കണം, ആ ട്രൈബിലുള്ള അല്ലാത്തവരെ ഒന്നും പുരോഹിതനാക്കിയില്ല എന്നിങ്ങനെയൊക്കെ ഉള്ളതായ ലോ ആണ് കൊടുത്തിരുന്നത്. എന്നാൽ മോറലായിട്ടോ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡോ ഒന്നും അവിടെ ആ പ്രമാണത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അത് ഏറ്റവും വിശേഷമേറിയതാണ്, അത് ദൈവം ആണയിട്ട് ഉറപ്പിച്ചതാണെന്നാണ് എഴുതിയിരിക്കുന്നത്. 22-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച എങ്ങനെയാണ്? ആണ കൂടാതെയല്ല എന്നതിനൊത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. So much the more also Jesus has become the guarantee of a better covenant എന്നാണ് ഇംഗ്ലീഷിൽ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ആ ബെറ്റർ കവണന്റിന് ദൈവം ആണയിട്ടതുകൊണ്ട്, ദൈവം അത് ഓർത്തു പറഞ്ഞതുകൊണ്ട് അതിന് മാറ്റമൊന്നുമില്ല. ഗ്യാരണ്ടിയായി യേശുക്രിസ്തു നിമിത്തം അത് ഉറപ്പായിട്ട് ദൈവം തന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചില ആളുകള് ഗ്യാരണ്ടിയായി വന്നിരിക്കുന്നത് കാണുവാനായി സാധിക്കുന്നുണ്ട്. ബെന്യാമീനെ പിടിച്ച് ജോസഫ് തടവിലാക്കിയപ്പോൾ യഹൂദ ചെന്നിട്ട് യോസഫിനോട് പറയുകയാണ്, പിതാവിനോട് പറയുകയാണ്, അവനെ ഞാൻ മടക്കിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയായിരിക്കും എന്ന് പറഞ്ഞ് പിതാവിനോട് പറഞ്ഞപ്പോൾ ബെന്യാമീനെ വിട്ടുകൊടുക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒനേസിമോസ് എന്ന് പറയുന്ന മനുഷ്യനെ കാണുന്നുണ്ട്. ഒനേസിമോസ് ഫിലോമോന് വളരെ നാശനഷ്ടങ്ങളൊക്കെ വരുത്തിയ ആളാണ്. എന്നാൽ പൗലോസ് പറയാണ്, പൗലോസ് അതിന് ഗ്യാരണ്ടിയാണ്. അവൻ അന്യായം പെട്ടിട്ടോ കടം പെട്ടിട്ടോ, അവൻ വല്ലതും അന്യായം പെട്ടിട്ടോ കടം പെട്ടിട്ടോ ഉണ്ടെങ്കിൽ ഞാൻ അത് തന്നു തീർക്കാം. ഇതേ കാര്യം തന്നെയാണ് യേശുക്രിസ്തുവിൽ എഴുതിയിരിക്കുന്നത്. എന്നേക്കുള്ള പൗരോഹിത്യത്തിന് ഗ്യാരണ്ടിയായി ഉറപ്പായി കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. കവണന്റ് അല്ലെങ്കിൽ ഓത്ത്, ആണ്, ഉറപ്പ് എന്നീ പദപ്രയോഗങ്ങളൊക്കെ, നിയമം എന്നുള്ളതൊക്കെ എബ്രായ ലേഖനത്തിലെ ഒരു പ്രധാന വിഷയമാണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് വളരെ വിശദീകരണം നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ തന്നെ 21 പ്രാവശ്യം കവണന്റ് എന്നുള്ള പദം തന്നെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അത് വളരെ പ്രാധാന്യമേറിയതാണ്. അതുകൊണ്ട് പിതാവായ ദൈവം പറഞ്ഞ കാര്യം ഇവിടെ ലേഖനകാരൻ ഒന്നുകൂടെ പറയുകയാണ്, അവൻ ഉറപ്പിച്ചിരിക്കുകയാണ്, നീ എന്നേക്കും പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല. സത്യം ചെയ്തു എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ആണ്. ചിലര് വായിച്ചു വരുമ്പോൾ അവൻ സത്യം ചെയ്ത് അനുദപിക്കുകയില്ല എന്ന് വായിക്കാറുണ്ട്. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. സത്യം ചെയ്തു അനുദപിക്കില്ലെന്ന് പറഞ്ഞാൽ നെവർ ചേഞ്ചിങ്, അത് അങ്ങനെ തന്നെയാണ്, അതിന് യാതൊരു മാറ്റവുമില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. The Lord swore and will not repent, will not change his mind. എന്ന് പറഞ്ഞാൽ the matter is finally settled and it cannot be changed. അവൻ മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ എന്നേക്കുമുള്ള പുരോഹിതനായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും നല്ല ഗ്യാരണ്ടി, ഗ്രേറ്റർ പെർമനൻസ് ആൻഡ് അഷ്വറൻസ് യേശുക്രിസ്തുവിലൂടെ വിശേഷമേറിയ പൗരോഹിത്യം നമുക്ക് ലഭിക്കാൻ തക്ക ഇടയായി തീർന്നിരിക്കുന്നു. ഇവിടെ 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. എന്തുകൊണ്ട് അഹരോന്യ പൗരോഹിത്യം നീക്കിക്കളഞ്ഞൊരു പുതിയ പൗരോഹിത്യം ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് ലേഖനകാരൻ പറയുകയാണ്. ഒന്നാമത്തെ പൗരോഹിത്യം, അഹരോന്യ പൗരോഹിത്യം, അത് ഇംപെർഫെക്റ്റ് ആയിരുന്നു. ന്യായപ്രമാണം ഇംപെർഫെക്റ്റ് ആയിരുന്നു, പൂർത്തി വരുത്തിയിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, അത് ഇംപെർഫെക്റ്റ് ആയതുകൊണ്ട് പൂർത്തി വരുത്തുവാൻ കഴിയാതിരുന്നതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. അതിന് നീക്കം വരുവാൻ തക്കം ഇടയായി തീർന്നു. മൂന്നാമത് പറയുകയാണ്, ദൈവമാണ് യേശുക്രിസ്തുവിനെ ആണയിട്ട് മഹാപുരോഹിതനാക്കിയിരിക്കുന്നത്. ഒരു ന്യൂ ഓർഡർ മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ അവൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ് എന്നാണ് മൂന്നാമത്തെ റീസൺ പറയുന്നത്. ഇനി 4ാമതൊരു റീസണോടെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അത് ഇവിടെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പ്രധാനമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്, ഈ പുരോഹിതന്മാരെല്ലാം, അഹരോന്യ പുരോഹിതന്മാരെല്ലാം മനുഷ്യരായതുകൊണ്ട് ബീങ് മെൻ they all died, അവരെല്ലാവരും മരിച്ചു. ഒന്ന് വായിച്ചാട്ടെ 23 മുതൽ 25 വരെ.
മരണനിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരികൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകരായിരുന്നു. എത്രയോ പുരോഹിതന്മാരെ ഭരിക്കുവാൻ തക്ക ഇടയായി തീർന്നിട്ടുണ്ട്. അഹരോൻ കഴിഞ്ഞു. അത് കഴിഞ്ഞാല് അഹരോന്റെ മകൻ എലയാസറിനെ പുരോഹിതനാക്കി. എലയാസറിൽ നിന്ന് ഫീനഹാസിലേക്ക് അത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ യഹൂദ ചരിത്രകാരനായ ജോസിഫസ് അഭിപ്രായപ്പെടുന്നത് തന്റെ കണക്കുകൂട്ടലില് AD 70 യെരുശലേം ദേവാലയം നശിപ്പിക്കുന്നതുവരെ മൊത്തം 83 പുരോഹിതന്മാരുണ്ടായിരുന്നാണ് പറയുന്നത്. അഹരോന്റെ സമയം മുതൽ AD 70 ദേവാലയം നശിപ്പിക്കുന്ന സമയം വരെ 83 പുരോഹിതന്മാരുണ്ടായിരുന്നു. അവര് ആ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരുന്നവരാണ്. അതിന്റെ അർത്ഥം തന്നെ എന്താണ്? അവരെല്ലാവരും മരിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ്. അവരുടെ പൗരോഹിത്യം ഇംപെർഫെക്റ്റ് ആയിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ മരണനിമിത്തം അതിനെല്ലാം അവരുടെ ശുശ്രൂഷയ്ക്കെല്ലാം ഇന്ററപ്ഷൻ വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവർക്കാർക്കും എന്നേക്കും തുടരുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ അവിടെ വായിച്ച ഭാഗങ്ങളെല്ലാം വായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്നേക്കും പുരോഹിതനായിരിക്കുന്നു എന്നാണ്. അവൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അൺചേഞ്ചിങ് പ്രീസ്റ്റ് ആയതുകൊണ്ട് അൺചേഞ്ചിങ് പ്രീസ്റ്റ്ഹുഡുമാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുവാൻ തക്ക ഇടയായി തീർന്നിരിക്കുന്നത്. പ്രായലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് പരിചയമുള്ളതാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഒരു ചേഞ്ച് അവനില്ല, എന്നേക്കും ഉള്ളവനാണ്. 110-ാം സങ്കീർത്തനം 4-ാം വാക്യമാണല്ലോ എഴുതിയിരിക്കുന്നത്. ഈ മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ എന്നേക്കും മഹാപുരുഷൻ, ഫോറെവർ, മാറാത്ത പൗരോഹിത്യമാണ്. 24-ാം വാക്യത്തിൽ ഇവിടെ നമ്മളത് വായിച്ചതാണ്. ഇവനും എന്നേക്കും ഇരിക്കുന്നതുകൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അൺചേഞ്ച്, മാറാത്ത പൗരോഹിത്യം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 25-ാം വാക്യം, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. എത്ര ശക്തിയേറിയ ഒരു വാക്യമാണത്! അവിടെ എഴുതിയിരിക്കുന്ന പദപ്രയോഗങ്ങളൊക്കെ വളരെ അർത്ഥവത്തേറിയതാണ്. ഈ എന്റെ ഉള്ള ട്രാൻസ്ലേഷൻ അത്രയും സ്ട്രോങ് അല്ല. Therefore he is able also to save forever those who draw near to God through him, since he always lives to make intercession for them. അവനോട് അടുക്കുന്നവര്, ചില ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് to the uttermost എന്നാണ് എഴുതിയിരിക്കുന്നത്. To the uttermost എന്നുള്ളത് ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. ഏത് കഠിനഭാവിയെ പോലെ യേശു രക്ഷിക്കുവാണ്. അത് ശരിയാണ്, അതിന് തെറ്റൊന്നുമില്ല. എന്നാൽ ആ വാക്യത്തിന്റെ അർത്ഥം അതല്ല. ആ ജീവിതത്തിന്റെ എൻഡ് വരെ, to the uttermost, ജീവിതത്തിൽ ശോധനകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ തകർന്നു പോകുമോ, ഇല്ലാതെയായി തീരുമോ, ഒരു ദൈവത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്നേക്കും ജീവിക്കുന്ന ഒരു മഹാപുരുഷൻ നമുക്ക് വേണ്ടി ഉള്ളതുകൊണ്ട്. ഒരു ദൈവദാസനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ജീവിതയാത്ര അത് എത്ര ദൂരമായിരുന്നാലും ചിലപ്പോൾ അത് ചില മൈലുകൾ ദൂരമായിരിക്കും, ചില അനേക വിസ്താരത്തിലുള്ളതായിരിക്കും. എന്നാൽ അതിന്റെ ഓരോ യാർഡിലും ഓരോ ഫീറ്റിലും എല്ലായിടത്തും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കും. അവൻ നമ്മെ കൈവിടുന്നവനല്ല. ഒരു ദൈവദാസൻ തന്റെ ജീവിതത്തിൽ ആരംഭ സമയത്തൊക്കെ, തന്റെ ചെറുപ്പകാലത്തൊക്കെ ദൈവം ഒരു വിട്ടൊക്കെ ജീവിച്ചിരുന്നാണ് പിന്നീട് രക്ഷിക്കപ്പെട്ടു വന്നാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരിക്കലൊരു ദർശനം കണ്ടതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. 3 ജയന്റുകൾ, രാക്ഷസന്മാരെ പോലെ തനിക്ക് നേരെ എഴുന്നേറ്റ് വരുന്നതാണ് താൻ കണ്ടത്. ഒരു രാക്ഷസന്റെ പേര് തന്റെ കഴിഞ്ഞകാല ജീവിതത്തെ കുറിച്ചാണ്, പാസ്റ്റ് ലൈഫിനെ കുറിച്ചാണ്. വേറൊരു രാക്ഷസന്റെ പേര് തന്റെ ഇപ്പോഴുള്ള ജീവിതത്തെ കുറിച്ചാണ്. മൂന്നാമതൊരു രാക്ഷസന്റെ പേര് തന്റെ ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ചാണ്. ഈ രാക്ഷസന്മാർ എല്ലാം വന്ന് തന്റെ നേരെ തന്നെ വളരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതായിട്ടാണ് താൻ കാണുന്നത്. ആദ്യം ഒരു മനുഷ്യൻ വന്നിട്ട് തന്റെ കഴിഞ്ഞകാല ജീവിതത്തെ കുറിച്ച് പറഞ്ഞു, നിനക്ക് ദൈവസന്നിധിയിൽ പോകാൻ ഒരു യോഗ്യതയുമില്ല, നീ പാപം ചെയ്തവനാണ്, ദൈവം നിന്റെ പാപമൊക്കെ ക്ഷമിച്ചെന്ന് പറഞ്ഞാലും അതിന്റെ സ്കാറൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് തന്നെ കളിയാക്കാൻ തുടങ്ങി. അന്ന് ഇദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഞാൻ അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നു, എനിക്ക് നന്നായി ജീവിക്കാനൊന്നും കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ താൻ ഇങ്ങനെ പറയുവാൻ തക്ക ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് താൻ വളരെ നല്ല രീതിയിലുള്ളതായ ഒരു ചെറുപ്പക്കാരൻ, ഒരു ബാല്യക്കാരനെയാണ് താൻ കാണുന്നത്.
ബാല്യക്കാരനെ കണ്ടപ്പോൾ തന്നെ കണ്ടാൽ തന്നെ ഒരു പ്രത്യേകതയാണ്, പ്രത്യേക ശോഭയാണ്, പ്രത്യേകതയുണ്ട്, തന്റെ കഴിവുണ്ട്, ഒത്തിരി കാര്യങ്ങളെല്ലാം ഉണ്ട്. അന്ന് ചോദിച്ചു ഇത് ആരാണ് എന്ന് ചോദിച്ചോണ്ടേ അദ്ദേഹത്തോട് പറഞ്ഞ് ഇത് നിന്റെ കുട്ടിക്കാലമാണ്, നീ ഇങ്ങനെയാണ് ജീവിച്ചിരുന്നത്. അത് കഴിഞ്ഞ് വേറൊരു മനുഷ്യൻ വന്നു. വളരെ ഇന്റലക്ച്വലായി കാണുമ്പോൾ തന്നെ ആളുകൾക്കൊന്ന് നോക്കാൻ തോന്നുന്നു, ഒരു കമാൻഡിങ് പവർ തനിക്കുള്ള പോലെ തോന്നും, കഴിവൊക്കെ ഉണ്ട്. അതൊക്കെ അതാരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ ഇങ്ങനൊന്നും ആയില്ലായിരുന്നെങ്കിൽ, നീ വളർന്നു വന്നതുപോലെ നേരെ അങ്ങ് പോയിരുന്നെങ്കിൽ ഇപ്പൊ നീ ഇങ്ങനെ ആകുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞേച്ച് വേറൊരു രൂപത്തെ കാണിച്ചു. രൂപം കണ്ടപ്പോൾ കണ്ടാൽ ഒരു ആകർഷണീയതയില്ലാതെ എല്ലും തൊലിയുമായി വികൃതമായി ആരും അടുക്കാൻ കഴിയാത്ത രീതിയിൽ ഉള്ളതായ ലോകപ്രകാരം ഒരു കാഴ്ചയും തനിക്ക് മനോഹരമായി തോന്നാത്ത ഒരു രൂപം എന്ന് പറഞ്ഞു. ഇപ്പോൾ നീ ഇങ്ങനെ നിന്റെ ജീവിതം ഒക്കെ ക്രമപ്പെട്ടൊക്കെ ജീവിച്ചതുകൊണ്ട് ഇപ്പോഴത്തെ നിന്റെ ലൈഫ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. ആ ജയന്റ് ഒന്ന് പോയി. അടുത്ത് കഴിഞ്ഞ് വേറെ ജയന്റ് വന്നിട്ട് പറഞ്ഞു, മുന്നോട്ട് നീ നോക്ക്, എന്തെല്ലാമാണ് ഒളിച്ചിരിക്കുന്നത്. ഇന്ന് നീ ഇന്ന പാപത്തിൽ രക്ഷപ്പെട്ടു, നാളെ അടുത്തത് വരും, നീ എങ്ങനെ അതിൽ രക്ഷപ്പെടും, അടുത്ത് വരും, നീ അതിൽ രക്ഷപ്പെടും. ഇങ്ങനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന 3 ജയന്റും വന്നപ്പോൾ പെട്ടെന്ന് താൻ ദർശനത്തിൽ കണ്ടത് ഒരു രൂപം പെട്ടെന്ന് തന്നെ മുന്നിലേക്ക് വന്നു. ഫെയ്ത്ത്, വിശ്വാസം എന്നാണ് പേര്. എബ്രായർ 7:25 ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ സദാ ജീവിക്കുന്നവനാകിയ എന്നേക്കും രക്ഷിക്കുവാൻ അവൻ മതിയായവനാണ്. ടു ദ അട്ടർമോസ്റ്റ്. നാളെ കുറിച്ച് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ സ്പിരിച്വൽ ലൈഫാണ് വലുത്. ഈ മൺകൂടാരം ഇതൊക്കെ ക്ഷണനേരത്തേക്കുള്ള, ഈ വേദന സാരമില്ല, ഈ വൈകല്യങ്ങൾ സാരമില്ല, ഈ നാം വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന, വളരെ ടെൻഷന് എടുത്ത് ജീവിക്കുന്ന നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിയെ കുറിച്ചൊന്നും നമ്മൾ ഒത്തിരി ഒന്നും വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്പിരിച്വൽ ലൈഫാണ് ഏറ്റവും വലുത്. എന്നാൽ പലപ്പോഴും അവർക്ക് തന്നെ ഒരു ചിന്തയുണ്ട്, എങ്ങനെ അങ്ങ് അക്കരെ എത്തിച്ചേരും, എനിക്കത് സാധിക്കുമോ, നാളെ എങ്ങനെ വരും, പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ വരും, എല്ലാവരും എന്നെ കൈവിടുമ്പോൾ എങ്ങനെ വരും, രോഗം വന്നാൽ എന്ത് ചെയ്യും, പാപം വന്നാൽ എന്ത് ചെയ്യും, ശോധന വന്നാൽ എന്ത് ചെയ്യും. ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം തനിയല്ല, നമുക്ക് വേണ്ടി സദാ ജീവിക്കുന്ന ഒരു പുരോഹിതനുണ്ട്. താഴെ എഴുതിയിരിക്കുന്നു, അവൻ നമ്മുടെ ബലഹീനത, നമ്മൾ വായിച്ചതാണ്, ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണ്. അവൻ അറ്റത്തോളം ടു ദ അട്ടർമോസ്റ്റ് നമ്മെ സഹായിക്കുവാൻ മതിയായവനാണ്. നമ്മുടെ തലകളെ ഉണക്കി നമുക്ക് അല്പസമയം ധ്യാനിക്കാം. ഇസ്രായേൽ മക്കൾക്ക് പഴയ നിയമവിശുദ്ധന്മാർക്ക് ലഭിക്കാത്ത എത്രയോ ശ്രേഷ്ഠമായ പദവി നമുക്ക് ലഭിക്കാനിടയായി തീർന്നത് ഒന്നും കൊണ്ടല്ല, മറ്റൊന്നും കൊണ്ടല്ല, ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തു. അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ട്, അവൻ നമുക്ക് വേണ്ടി എന്നേക്കും പുരോഹിതനായതുകൊണ്ട്, അവൻ നമുക്ക് വേണ്ടി എന്നേക്കും ജീവിക്കുന്നവനായതുകൊണ്ട്, അവൻ നമ്മെ സദാ രക്ഷിക്കുവാൻ മതിയായവനാണ്. അടുത്ത് ചെല്ലുന്നവരെ രക്ഷിക്കുവാൻ കഴിയുന്നവനാണ്. യാഗങ്ങൾ അത്ര കഴിച്ചെടുക്കുകയും അതിൽ തന്നെ പൂർത്തി വരുത്തുവാൻ കഴിയാതിരുന്നപ്പോൾ, അതിൽ തന്നെ പെർഫെക്റ്റ്നെസ് കൊടുക്കാൻ കഴിയാതിരുന്നപ്പോൾ, നമുക്ക് വേണ്ടി ഒരിക്കലായി യാഗമായി തീർന്ന ദൈവപുത്രൻ യാഗ നിമിത്തം എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്നത് കൊണ്ട് അവന്റെ അടുക്കലേക്ക് ധൈര്യത്തോട് ചെല്ലുവാൻ നമുക്ക് അവകാശമുണ്ട്.